കൊച്ചിയിൽ 3 മാസം മുമ്പ് കാണാതായ യുവാവിനായി FACTയിലെ ചെക്ക് ഡാമിൽ തിരച്ചിൽ. അമ്പലമേട് സ്വദേശി വിവേക് സത്യന്റെ ബാഗ് ഇന്നലെ വൈകിട്ട് ചെക്ക് ഡാമിൽ കണ്ടെത്തിയിരുന്നു. തെരച്ചിലിനായി ഫയർഫോഴ്സ് സംഘം പോകുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, തെരച്ചിൽ എങ്ങനെയാണ് ശ്യാം? ശ്യാംകുമാറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സം ടെലിഫോൺ ബന്ധത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പരിഹരിച്ച ശേഷം ശ്യാമിലേക്ക് എത്താം. കൊച്ചിയിൽ 3 മാസം മുമ്പ് കാണാതായ യുവാവിനായി ഇപ്പോൾ FACTയിലെ ചെക്ക് ഡാമിൽ തെരച്ചിൽ നടക്കുകയാണ്. അമ്പലമേട് സ്വദേശി വിവേക് സത്യനെയാണ് കാണാതായത്. വിവേക് സത്യന്റെ ബാഗ് ഇന്നലെ ചെക്ക് ഡാമിൽ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്താനുള്ള തീരുമാനമുണ്ടാകുന്നത്. പരിശോധനയ്ക്കായി ഫയർഫോഴ്സ് സംഘം പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിവരങ്ങൾ ശ്യാം. റീജിത്ത്, കഴിഞ്ഞ നവംബർ 15-ാം തീയതിയാണ് ഈ വിവേക് സത്യൻ എന്ന് പറയുന്ന യുവാവിനെ അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കാണാതായത്. അടുത്ത സുഹൃത്തായ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഒരു പുതിയ സിം വാങ്ങിയ ശേഷം ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നീട് വിവേകിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ലായിരുന്നു. ഇതോടെ വീട്ടുകാർ അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ ആളെ കാണാത്തതിന് പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് FACTയുടെ അകത്തുള്ള ചെക്ക് ഡാമിന്റെ സമീപത്ത് നിന്ന് വിവേകിന്റെ ബാഗ് കണ്ടെത്താനായത്. പോലീസാണ് ഈ ബാഗ് കണ്ടെത്തിയത്. ഇതോടുകൂടി വിവേകിന് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ സഹായം തേടിയിരിക്കുന്നത്. നിലവിൽ ആ ചെക്ക് ഡാമിൽ സ്കൂബ ടീമിന്റെ മുങ്ങി പരിശോധന നടത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡാമിലേക്ക് ഒരു കനാൽ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കനാലിലൂടെ ഈ ബാഗ് ഒലിച്ചു വന്നതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. ഏതായാലും നിലവിൽ പരിശോധന നടക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. 3 മാസം മുമ്പ് കാണാതായ യുവാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ തിരച്ചിൽ തുടരുന്നത്. ശരി, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.